2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഫലം ആവർത്തിച്ചപ്പോൾ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ഇടതുപക്ഷം തീർന്നേ ഇല്ലാതായി എന്നൊക്കെ പറയുന്നത് UDF വിലക്കെടുക്കരുത്. ഞങ്ങൾക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഈ പിണറായി ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന തിരിച്ചടി ആഘോഷിക്കാൻ അർഹതപ്പെട്ടവരാണ്. എന്നാൽ പിണറായി ഭീകരതയ്ക്കെതിരെയുള്ള തിരിച്ചടിയാണ് എന്ന് ഞങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് കൊണ്ട് മാത്രം CPM ജില്ലാ കമ്മിറ്റികളിലൊക്കെ പിണറായിയെ നിർത്തിപ്പൊരിക്കുന്നു എന്ന വാർത്ത പത്രങ്ങളിൽ വായിക്കുന്നത് കൊണ്ട് മാത്രം അത് വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയാൽ 8 നിലയിൽ എന്നോർക്കുക. കാരണം ജനവിരുദ്ധ വികാരമല്ല തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ സ്വാധീനിക്കുന്നത്, മതവും ജാതിയുമാണ്. 2019 പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തിരിച്ചടി ഉണ്ടായത് മോദിയും BJPയും സംഘപരിവാരും എതിർപക്ഷത്തുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നത് ചിലരെ ഭയപ്പെടുത്തി. മോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഭരണഘടന പോലും പൊളിച്ചെഴുതും എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണം വലിയ തോതിൽ മതപരമായ വിഭജനമുണ്ടാക്കി. അതുകൊണ്ട് പിണറായിക്കെതിരെയുള്ള വോട്ടായിരുന്നില്ല, മോദിക്കെതിരെയുള്ള വോട്ടായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടത്.